എസ്ആർഎഫിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ലോക്ക്ഡൗണിന് ശേഷം ആദ്യമായിട്ടാണ് ബീച്ചിലേക്ക് വരുന്നത്. ചെസ് ബോർഡാണിത്. കോഴിക്കോട് ബീച്ച് ലോക്ക്ഡൗണിന് ശേഷം തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണിയായി. പതിവ് പോലെ തന്നെ ബോംബെ ഹോട്ടലിൽ വന്നിട്ട് ബീച്ച് കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. നടന്നു പോകട്ടെ. ഇവിടെ നല്ല റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. റിനോവേറ്റ് ചെയ്തതിനു ശേഷം ബീച്ചിനകത്ത് അനുവാദം കൂടി ആദ്യമായിട്ടാണ് വരുന്നത്. മറ്റേ പുറത്തുനിന്ന് കണ്ടുപോയിരുന്നു. ഐ ലവ് കോഴിക്കോടിൻ്റെ ബോർഡൊക്കെ കണ്ടിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ബീച്ച് തുറന്നതിന് ശേഷം ലോക്ക്ഡൗണിന് ശേഷം വരുന്നത്. നമ്മൾ കണ്ണൂർ പോണതിന് മുമ്പൊക്കെയാണ് ഇവിടെ വന്നത് ആദ്യം. ഇവിടെ കണ്ടില്ലേ പാമ്പും കോണീൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ചളി പിടിച്ചിരിക്കുന്നു, എന്നാലും രസമുണ്ട്. മുന്നോട്ട് നടന്നു പോയി വേണ്ടേ. ഉച്ചയ്ക്ക് 1:30 മണിയാണ് സമയം. പക്ഷേ നല്ല വൈബുണ്ട് ബീച്ചിൽ. ഏത് നേരത്തെ വന്നാലും നല്ല വൈബാണല്ലോ. കുറേ കാലത്തിന് ശേഷം ബീച്ചിൽ കടൽ വെള്ളം കാലിൽ തൊടുമ്പോഴുള്ള സുഖം അടിപൊളിയല്ലേ. ഞങ്ങൾ ബീച്ചിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ആലസ്യത്തിൽ നിന്ന് മാറി ബീച്ച് പഴയ പ്രൗഢി വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വഴിയോര കച്ചവടക്കാർക്കൊക്കെ ഒരു പുതുജീവൻ വെച്ച പോലെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഇത്രയും കാലം ലോക്ക്ഡൗണിൽ അവരുടെ ജീവിതോപാധിയായിരുന്നു ഈ ബീച്ചും ബീച്ചിലെ കച്ചവടം. അപ്പോൾ ഇത് നിന്നപ്പോൾ അവരുടെ ജീവിതം വഴിമുട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ രണ്ടാമതും പട്ടം പറത്തലും ഐഫെറുതിയും ഉപ്പിലിട്ടതും ഒക്കെ ആയിട്ട് ബീച്ച് രണ്ടാമതും പ്രൗഢിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊറോണയും കൂടി പോയി നമുക്ക് മാസ്കൊന്നും ഇല്ലാതെ നടക്കാൻ പറ്റുന്ന കാലത്തിലേക്ക് വേഗം നമ്മൾ എത്തട്ടെ എന്ന് നമ്മൾ പ്രത്യേകിച്ചിരിക്കാം. എന്തായാലും ബീച്ചിലെ കാഴ്ചകൾ വളരെ മനോഹരം. ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് ആകാശവാണി കോഴിക്കോട് നിലയം. നേരെ മുന്നിൽ നമുക്ക് കാണാം ആകാശവാണി. ഗോകുലം മാളിലേക്ക് കയറുകയാണ്. ഗോകുലം ഗോപാലൻ ചേട്ടൻ്റെ ഗോകുലം ഗലേറിയ മാൾ കാലിക്കറ്റ്. ഇവിടെയുള്ള പ്രത്യേകത ബന്ദിപ്പൂർ കാട്ടിക്കൂടെ പോണ പോലെ മുക്കിന് ഹമ്പ് വെച്ചിട്ടുണ്ട്. എന്ത് കാര്യത്തിനാണാവോ അല്ലേ. ഇപ്പോൾ ഒരു സജീവമായൊരു ചർച്ച നടക്കുന്നുണ്ട്. പാർക്കിംഗ് ചാർജ് നിയമപരമാണോ എന്ന്. അതായത് ആസ് പെർ റൂള് നമ്മൾ പാർക്കിംഗ് സ്പേസും കൂടി കണ്ടിട്ടാണ് ഇവരെ അപ്രൂവൽ കിട്ടുന്നത്. അത് പ്രകാരം പാർക്കിംഗ് ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ ലുലു മാളിൽ ഒരാൾ ഫൈറ്റ് ചെയ്തിട്ട് അതൊക്കെ റെഡിയാക്കിയിരുന്നു. അതിന് ശേഷമാണ് ഈ ചർച്ച സജീവമായത് തോന്നുന്നു. പക്ഷേ നമ്മൾ ബാംഗ്ലൂരൊക്കെ കണ്ടത്, ബാംഗ്ലൂർ ഗോപാലൻ മാളിലൊക്കെ സ്റ്റാർ ബസാറിൽ നിന്നൊക്കെ സാധനം വാങ്ങി, അത് ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധനം വാങ്ങിയാൽ പാർക്കിംഗ് ചാർജ് റെഡീം ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലിപ്പോൾ കോഴിക്കോട് ആണെങ്കിൽ ഫോക്കസ് മാളിലും അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഹൈലൈറ്റ് മാളിലോ ഗോകുലം മാളിലോ ഓപ്ഷനില്ല. ഈ ചർച്ച കേരളത്തിൽ സജീവമാവട്ടെ, ഒപ്പം ഇന്ത്യയിൽ മൊത്തം സജീവമാവട്ടെ. അങ്ങനെ അനധികൃതമായിട്ട് ഇത് മേടിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ നിർത്തലാവട്ടെ അല്ലേ.
ഗോകുലം ഗലേറിയിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റാണ് മുന്നിലുള്ളത്. നെസ്റ്റോ മാത്രമേ ഇവിടെ തുറന്നിരുന്നുള്ളൂ. ഇപ്പോൾ വെസ്റ്റിഫൈഡ്, മാക്സ് ഒരുപാട് ഷോപ്പുകൾ തുറന്നിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു ഷിപ്പിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മേലേക്ക് വരുമ്പോൾ ഇവിടെ പാന്തലുണ്ട് ഷോറൂം കാണുന്നുണ്ട്. പിന്നെ W പറഞ്ഞ റൂമുണ്ട്, വുമൻസ് വെയർസ് ആണ്. പിന്നെ വെസ്റ്റ് സൈഡിന് മേലത്തെ ഫ്ലോറിലും ഒരു ഇതുണ്ട്, 2 ഫ്ലോറിൽ വെസ്റ്റ് സൈഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മലബാർ വാച്ചിൻ്റെ ഷോറൂം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് ആയിട്ടില്ല, വേണം ഓപ്പൺ ചെയ്യാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ പോയി നോക്കട്ടെ. പിന്നെ ഷുഗർ പറഞ്ഞൊരു മേക്കപ്പ് ഷോറൂമുണ്ട്. ഇവിടെ ക്രോക്സിൻ്റെ ഷോറൂമുണ്ട്. പിന്നെ മോച്ചി പറഞ്ഞ ഷോറൂമുണ്ട്. ചപ്പലും ബാഗ്സൊക്കെയാണ് ഉള്ളത്. പിന്നെ ക്രിംസോൺ ക്ലബ്ബ്, പിന്നെ മാക്സിൻ്റെ ഒരു ഷോറൂം കാണുന്നുണ്ട്. ഒരുപാട് ഷോപ്പ് ഓപ്പണിംഗ് ആയിട്ടുണ്ട്. ആദ്യം ഇവിടെ നെസ്റ്റോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ലീഫി ബൈ പറഞ്ഞൊരു ഷോപ്പുണ്ട്. പിന്നെ മാക്സിൻ്റെ മേലെ ഒരു ഫ്ലോറുണ്ട്. ഫ്ലോർ ഏകദേശം എം ടി ആണ്. ഇവിടെ ബീസ്മൈ പറഞ്ഞൊരു ഷോറൂം, പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ റിക്സോ പറഞ്ഞൊരു ഷോറൂമുണ്ട്. പിന്നെ ഓർക്കിഡ് പറഞ്ഞൊരു ഓർണമെൻ്റൽ ഷോറൂമുണ്ട്. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഏറ്റവും മേലെ എത്തി. 4th ഫ്ലോറിലാണ് ഫുഡ് കോർട്ട് ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫ്ലോർ 4th ഫ്ലോർ തന്നെയാണ്. ഒരുപാട് ഷോപ്സ് ഉണ്ട്. ടീ പോയിൻറ്റ്, ഡ്യൂക്ക് ഓഫ് ജ്യൂസസ്, ഫ്യൂജിൻ എക്സ്പ്രസ്, നാഗാസ്, ഫലൂദ നേഷൻ, പിസ റിക്കോട്ട, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇവിടെയൊക്കെ ഷോപ്പ് തുറക്കാൻ ഗ്യാപ്പുകളുണ്ട്. ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണം. ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ. പിന്നെ ഫലൂദ നാഷൻ പോയിട്ട് ഒരു ഫലൂദ മേടിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മേടിച്ചിരുന്നു, രസമുണ്ടായിരുന്നു. ഞങ്ങൾ 4 ഫലൂദ വാങ്ങി. ഫലൂദ കഴിക്കുകയാണ്. ഗോകുലം മാളും ബീച്ചും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വേറൊരു കാഴ്ചയും നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.